ഗുണ്ടാപകയും വർഷങ്ങൾ നീണ്ട പ്രതികാര ബുദ്ധിയും ഒടുവിലൊരു ജീവൻ എടുത്തിരിക്കുന്നു. കരുനാഗപ്പള്ളി പുതിയ കാവിൽ അതുൽ കൊല്ലപ്പെട്ടത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് വ്യക്തമാവുകയാണ്. ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായിരുന്ന അതുലിനെ കൊലപ്പെടുത്തിയത് കേവലം ഒരു ഗ്യാങ് വാറിന്റെ ഭാഗമായി മാത്രമല്ല, മറിച്ച് പ്രതികൾക്ക് വ്യക്തിപരമായി ഉണ്ടായ മുറിവുകൾക്ക് പകരം വീട്ടാൻ കൂടിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിലെ പ്രധാന പ്രതികളായ അനീറിനെയും ഹുസൈനെയും വർഷങ്ങൾക്ക് മുൻപ് അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി ആക്രമിച്ചിരുന്നു. ജിം സന്തോഷ് കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെ അനീറിനെ വവ്വാക്കാവിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചതും ഹുസൈനെ വീട് കയറി ആക്രമിച്ചതും അതുലായിരുന്നു. ഈ പക മനസ്സിൽ സൂക്ഷിച്ച പ്രതികൾ അതുലിനെ വകവരുത്താൻ കാലങ്ങളായി തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. തങ്ങളെ സഹായിക്കാൻ പോലീസുകാരുണ്ടെന്ന് മുഖ്യപ്രതി അനീർ മുൻപ് ഭീഷണി മുഴക്കിയിരുന്നതായും കൃത്യത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെട്ടതും കീഴടങ്ങിയതുമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരമാണെന്നും അതുലിന്റെ കുടുംബം ആരോപിക്കുന്നു. വധഭീഷണി ഉണ്ടായിട്ടും പോലീസ് സംരക്ഷണം നൽകിയില്ലെന്ന് പരാതിപ്പെടുന്ന കുടുംബം 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷത്തെ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുകയായിരുന്ന അതുലിനെ ഹരിയാന രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ 6 അംഗ സംഘം പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ മാരകായുധങ്ങളുമായി അതുലിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. കടത്തൂർ സ്വദേശികളായ അനീർ, വിഷ്ണു, നൌഫൽ, ഹുസൈൻ, ആഷിഖ്, ഷംനാദ് എന്നിവർ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തപ്പോൾ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ 10ഓളം പേരാണ് പോലീസിന്റെ വലയിലായത്. മുണ്ടക്കയത്ത് വെച്ച് പ്രതികളെ പിടികൂടിയെങ്കിലും പോലീസിനെതിരെയുള്ള ബന്ധുക്കളുടെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത വ്യക്തമാക്കിയിട്ടുണ്ട്.